എൻ്റെ പേര് അമരാജ്. ഇവിടെ എല്ലാവർക്കും അതിന് നന്ദി പറയുന്നു. ഓഗസ്റ്റ് 7-ാം തീയതി ഞങ്ങളുടെ സിനിമ റിലീസാവുകയാണ്. സിനിമയെക്കുറിച്ച് ആദ്യമായിട്ട് എൻ്റെ റൈറ്റ് ഹീറോയാണ് സംസാരിക്കും. നമസ്കാരം. 3.5 വർഷത്തെ ഒരു അധ്വാനിക ഫലം ഓഗസ്റ്റ് 7 കരിമ്പടം മലയാളം റിലീസാകുന്നു. UA16+ സർട്ടിഫിക്കറ്റ് ലഭിച്ചു. മറ്റു കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരും ഈ ഫിലിമിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. സിനിമയെക്കുറിച്ച് രണ്ടുപേരും സംസാരിക്കാം. അതിൻ്റെ ജോണർ എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കാം. സിനിമ ഒരു മിസ്റ്റിക് ഫാൻറ്റസി റൊമാൻറ്റിക് ജോണറാണ്. ഒരു എക്സ്പെരിമെൻ്റൽ മൂവിയാണ് ആക്ച്വലി. അതുകൊണ്ട് തന്നെയാണ് നമ്മളിത് ഫെസ്റ്റിന് വിട്ടിട്ടുണ്ടായിരുന്നു, ഫിലിം ഫെസ്റ്റിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. കുറച്ച് അവാർഡുകളും മറ്റു കാര്യങ്ങളൊക്കെ ഇതിനോടൊപ്പം തന്നെ കിട്ടിയിട്ടുണ്ട്. എന്തിൻ്റെ അവാർഡുകളാണ് കിട്ടിയിരിക്കുന്നത്? ഫിലിം ഫെസ്റ്റിവൽ മധുമിത്രൻ, അഫിദോർണി, കൂക്കായി, ഏഷ്യൻ ഇൻഡിപെൻഡൻറ്റ് ഫിലിം ഫെസ്റ്റ്, പിന്നെ അങ്ങനെ ഇന്ത്യ ഹൗസ് ബാഴ്സലോണ, പിന്നെ ഇപ്പം വന്നിരിക്കുന്നത് ഒരു എൻട്രി നല്ല ജാഗ്രൻസ് അതിൻ്റെ എൻട്രി വന്നിട്ടുണ്ട്. അങ്ങനെ മൂവ് ചെയ്യുന്നു കാര്യങ്ങൾ. എങ്ങനെയാണ് ഈ ക്രൂവിനെ സെലക്ട് ചെയ്തെടുത്തത്? ആക്ച്വലി ക്രൂ ആദ്യം ഉണ്ടായി, ഫിലിമിൻ്റെ തോട്ട് പിന്നെയാണ് ഉണ്ടാകുന്നത്. നമ്മളൊരു കൊല്ലം ജില്ല, തിരുവനന്തപുരം ജില്ല, കോട്ടയം, നമ്മളെ നിൽക്കുന്ന കുറച്ച് കലാകാരൻ അവരുടെ സുഹൃത്തുക്കളെ നെറ്റ്വർക്ക് ചേർന്നിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് ഇപ്പം ആ പ്ലാനിങ് ഉണ്ടായ വർക്കാണ് ആക്ച്വലി. ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്തുണ്ടായ വർക്കാണോ? അതെ, തീർച്ചയായിട്ടും. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ ഡയറക്ടറിൻ്റെ ബ്രദറാണ്. വില്ലൻ വേഷം ചെയ്തിരിക്കുന്ന ശ്രീദാസൻ ജോസഫിൻ്റെ ഗുരുവാണ്. പുള്ളിയുടെ ഫിലിമിൻ്റെ സുഹൃത്തിൻ്റെ കെയർ ഓഫിൽ വന്ന നായിക. ഇതിൻ്റെ അടുത്ത സുഹൃത്താണ് ഇതിൻ്റെ സഹോദരി എന്ന് പറയാം. ശ്രീജിത്ത് കൂട്ടുകാരനാണ്. വിവേകാനന്ദ സാർ ഫുൾ കോർഡിനേഷൻ ചെയ്ത പ്രൊജക്ട് കോർഡിനേഷൻ വിവേകാനന്ദ സാർ ചേട്ടൻ സുനിൽ ഷാരിക്ക് അടുത്ത സുഹൃത്താണ്. എന്തിൻ്റെ കഥയാണ് ഇതൊരു ആസ്പദമാക്കി എടുത്തിരിക്കുന്നത്? ഇത് ആക്ച്വലി പ്രണയം, മെയിൻലി പ്രണയം തന്നെയാണ്. പ്രണയം ഉണ്ടാക്കുന്ന വേദന ഒരു വിരഹ വേദന എന്നുള്ളതല്ല. അതായത് സ്വന്തം പാർട്ട്ണർ നമ്മളെ ചതിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു പെയിൻ, അതിൽ നിന്നുണ്ടാകുന്ന ഒരു റിവഞ്ച്, ആ ഒരു ടൈപ്പിലാണ്. അങ്ങനെ എന്തെങ്കിലും രീതിയിലുള്ള എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ടോ? എന്തെങ്കിലുമൊക്കെ കാണുമല്ലോ. അതൊരു ചിരിയിൽ ഒതുക്കാതെ അതിന് വേണ്ടിയിട്ടൊരു എക്സ്പ്ലെയിൻ മറുപടി തന്നേ. ആ ഒരു പെയിൻ, സ്വന്തം പാർട്ട്ണർ നമ്മളെ ബിട്രേ ചെയ്യുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന പെയിൻ നമ്മുടെ മരണവേദനയെക്കാളും വലുതാണ് എന്നാണ് ഫിലിം കാണിക്കുന്നത്. മെയിനായിട്ട് ആ ഒരു തോട്ടിലാണ് ഈ കൺസെപ്റ്റ് മൊത്തം വരുന്നത്. ഓക്കെ, ഒരു സിനിമ മോഹം എങ്ങനെയാണ്? ചെറുപ്പം മുതൽ ഉള്ളതാണോ അതോ? തീർച്ചയായും കുഞ്ഞിലെ തൊട്ട് എന്തെങ്കിലും ഫീൽഡ് ആവണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അന്നോട്ട് ട്രൈ ചെയ്യുന്നതിനും ഒരുപാടടുത്ത് ചാൻസ് കിട്ടപ്പെട്ടു. പക്ഷേ ലാസ്റ്റ് എന്തെങ്കിലും എക്സ്പീരിയൻസ് ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ? അതെ, അല്ലെങ്കിൽ ഇങ്ങനൊരു കഥ വരാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിട്ടുണ്ടോ? ഈ ഒരു സ്റ്റോറി സെലക്ട് ചെയ്തത് സ്റ്റോറി ആക്ച്വലി നമുക്ക് ബാല്യകാലത്തൊക്കെ നമുക്ക് ചെറുപ്പകാലത്തുണ്ടാകുന്ന പ്രണയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ. എല്ലാ മനസ്സിലും കൊണ്ടൊരു പ്രണയം. അപ്പം അതിൽ ഒരു അവിടെ എനിക്ക് നിർണായക ഘട്ടത്തിൽ എനിക്ക് തള്ളി കുറച്ച് കിട്ടിയിട്ടുണ്ട് എൻ്റെ പാർട്ണർ. അപ്പം അതിൽ നിന്നുള്ള പെയിനാണ് എനിക്ക് എൻ്റെ പെയിൻ. ടേപ്പ് കിട്ടിയിട്ടുണ്ടോ? അപ്പോൾ അതെ, ടേപ്പ് കിട്ടിയിട്ടുണ്ട്, തേച്ചിട്ടുണ്ട്, കഴിഞ്ഞ ചെയ്തിട്ടുണ്ട്.
ഓക്കെ, സിനിമ നിർമ്മിക്കാൻ ഒരു ആലോചന വന്നു. അതിനകത്ത് മുന്നോട്ടുള്ള ഇതിൽ ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് എന്താണ്? ഇത് ആക്ച്വലി നമ്മൾ ആദ്യമേ നമുക്ക് അവൈലബിൾ ലൊക്കേഷൻസ് എല്ലാം നമുക്കറിയാം. നമുക്ക് റൈറ്റർ ഞാനായതുകൊണ്ട് തന്നെ നമുക്ക് കമ്പോസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇതിനകത്ത് വലിയ സംഭവങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മളെ നിൽക്കുന്ന ഫെസിലിറ്റീസിൽ വെച്ചിട്ട് വലിയ പടം പറയണം. അത് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം എനർജി വെച്ച് പറഞ്ഞു. അതായത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടായിട്ട് തോന്നി, അതായത് നമ്മൾ സിനിമ ചിന്തിക്കുമ്പോൾ ചിലപ്പം ആദ്യമൊക്കെ വളരെ സ്പീഡായിട്ട് ചിന്തിച്ച് തീരും, ആ സിനിമ തീരും. അത് കഴിഞ്ഞ് ഓരോ ഘട്ടങ്ങളിലേക്കൂടെ കടന്നു പോകുമ്പോഴത്തേനും അവിടെ പ്രാക്ടിക്കലി വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ എക്സിക്യൂട്ട് ചെയ്തെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇത് തോട്ട് വളരെ സിമ്പിളാണ് പറയാനുള്ളത്. നമുക്ക് ചിത്രീകരണത്തിന് ഏതാണ്ട് 1.5 വർഷത്തോളം ഷൂട്ട് പ്രൊസീജിയർ. ഒന്നാം ദിവസം മേക്ക് ഓവർ ചേഞ്ചസ് കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ച് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. 3 വർഷം മൊത്തം പടം ഷൂട്ട് തുടങ്ങി 3 വർഷമാകും കറക്റ്റ് റിലീസ്. ഇതിന്റെ ലൊക്കേഷൻ എവിടെയൊക്കെ ആയിരുന്നു? അമ്പനാട്, കൊല്ലം ജില്ല അമ്പനാട്, മൺട്രോത്തുരുത്ത്, ആര്യങ്കാവ്, തെങ്കാശി, തിരുവല്ലക്കോട്ട, പിന്നെ എറണാകുളത്ത് കടമക്കുടി, അങ്ങനെ കുറേ ലൊക്കേഷൻസ്. എന്തുകൊണ്ടാണ് ഒരു 16+ സർട്ടിഫിക്കേഷൻ വരാൻ കാരണം? ആക്ച്വലി കാറ്റഗറി പോയേണ്ടതാണ്. കാര്യം ഒരുപാട് ബ്ലഡ് ആൻഡ് ഫ്ലഷ് ഇതിനകത്തുണ്ട്. അങ്ങനെ കുറേ സംഭവങ്ങൾ ഇതിനകത്ത് ഉണ്ടായിരുന്നു. നമ്മളത് UA കിട്ടണം എന്നുള്ള ആഗ്രഹത്തിൽ കുറേ സീക്വൻസുകൾ നമ്മൾ റിവ്യൂ തുടങ്ങിയത്. ഡയറക്ടർ നല്ല സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. ഞാൻ പറഞ്ഞു പക്ഷേ ഇതെല്ലാം കാണുന്നു, ഈ ഒരു സംഭവം എല്ലാവരും എത്തണം, അപ്പം കൂടുതൽ ബെറ്റർ അതായിരിക്കും വിചാരിച്ചിട്ട് കുറച്ച് പുതുക്കിയതാണ്. ഓക്കെ, ഡയറക്ടർ ഓക്കെ. ഈ സിനിമ ചെയ്തു തുടങ്ങിയപ്പോൾ ഈ പറഞ്ഞ പോലെ എന്താണ് അതിനകത്ത് ഏറ്റവും പോസിറ്റീവായിട്ട് തോന്നിയത്? ഞാൻ ആദ്യമായിട്ട് ഒരു സിനിമ ഒരു ഷോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്തൊരു പരിചയം മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ എനിക്ക് ഏറ്റവും വലിയ സപ്പോർട്ട് എൻ്റെ ക്രൂ ആയിരുന്നു. പിന്നെ ജോലി ഇന്ന ആൾക്കാർ അങ്ങനൊന്നും ഇല്ലായിരുന്നു. എല്ലാവരും ഒന്നിച്ച് ടീം വർക്കായിട്ടാണ് ഈ വർക്ക് ചെയ്തിരുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ 3 വർഷം ഷൂട്ടിന് എടുത്തു. 3 വർഷം എടുത്തെന്ന് വെച്ചാൽ ഈ പോസ്റ്റിൽ കാണുന്ന പോലെ ഏകദേശം മേക്ക് ഓവർ 3 വണ്ണം വെയിറ്റ് കൂട്ടണം, കുറയ്ക്കണം, അങ്ങനെ അത്ര. പിന്നെ എൻ്റെ കുറച്ച് ഇൻസിഡൻറ്റുകൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയൊക്കെ. ഓക്കെ, നമ്മുടെ ഇപ്പോൾ ഏത് മൂവി ആണെങ്കിലും എന്ത് ക്രിയേറ്റിവിറ്റി ആണെങ്കിലും അതിനകത്ത് ഒഴിവാക്കാൻ പറ്റാത്തൊരു മേഖലയാണ് ഇപ്പോൾ AI മേഖല എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങളുടെ സിനിമയിൽ അങ്ങനെ വല്ല എന്തെങ്കിലും തരത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും ഹെൽപ്പായിട്ട്? യൂസ് ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ എല്ലാം ഇതിനകത്തൊരു ബോംബ് സ്ക്വാഡാണ്, അതൊക്കെ റിയൽ ആയിട്ട് തന്നെ ചെയ്തിരിക്കുന്നത്. അതിനകത്തൊന്നും CG ഒന്നും ചെയ്തിട്ടില്ല. ബോംബ് പൊട്ടിച്ചോ? അതൊക്കെ റിയൽ ആയിട്ട് തന്നെ ചെയ്തിരിക്കുന്നത്. കുറെ പേരൊക്കെ പറ്റിയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ഇഷ്യൂസൊക്കെ റിയൽ ആയിട്ടാണ്. പിന്നെ നമ്മൾ ഇതിനൊരു പ്രൊഡക്ഷൻ യൂണിറ്റ് സ്വന്തമായിട്ട് ക്യാമറ ഉൾപ്പെടെ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഹെവി ക്യാം, സിനി ലൈൻ ക്യാമറ, സിനി ലെൻസ്, ഫോക്കസ് കൂടാതെ മിനിമം എല്ലാ എക്യുപ്മെന്റ്സും പർച്ചേസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു പവർ യൂണിറ്റ് നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി, ലൈറ്റ് യൂണിറ്റുകളെല്ലാം ഉണ്ടാക്കി. പിന്നെ ഇത് കുറെ ഹിൽ ഏരിയയിൽ ഹൈ റേഞ്ച് ഏരിയയിലാണ് ഷൂട്ട് ചെയ്യുന്നത്. ഷെയ്ഡുള്ള അപ്പോൾ വാഹന സൗകര്യം പോലും ഇല്ലാത്ത സ്ഥലത്ത് നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ള ബാക്കി തന്നെ ഫുൾ ഷൂട്ട് ചെയ്യാനുള്ള സെറ്റപ്പ് കാര്യങ്ങൾ ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിനൊക്കെ ഇതിന് ഒരുപാട് പേര് നല്ല മീൻസ് ഒരുപാട് പേര് നമുക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് ഈ സിനിമ സംഭവിച്ചത്. ഓക്കെ, ഈ സിനിമ സ്ക്രിപ്റ്റ് കേട്ട് കഴിഞ്ഞപ്പം ഇത് ചെയ്ത എനിക്ക് ഓക്കെ ആണ് എന്ന് തോന്നാനുള്ള ഒരു കാരണം എന്താണ്? ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് കാര്യം എനിക്കൊരു വെറൈറ്റി തൊഴിൽ ചെയ്യണമെന്നുള്ള ആഗ്രഹം. കാര്യം നേരത്തെ ഷോർട്ട് ഫിലിമുകളുടെ ആഗ്രഹം അങ്ങനത്തെ തന്നെ മെൻഷൻ ചെയ്തോണ്ടിരുന്നത്. പിന്നെ ഈ സ്ക്രിപ്റ്റ് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പ്രാവശ്യം പറഞ്ഞ് പഠിച്ചത് എന്നെയാണെന്ന് തോന്നുന്നു. കാര്യം എനിക്ക് ആദ്യം കേട്ട് മനസ്സിലായില്ല, രണ്ടാമത് മനസ്സിലായില്ല. അങ്ങനെ ഒരുപാട് കാര്യം എനിക്ക് മനസ്സിലാക്കി എടുക്കാൻ കുറെ സമയം എടുത്തു. പിന്നെ നമുക്ക് ഇങ്ങനത്തെ താല്പര്യം ചെയ്യാമെന്നൊക്കെ പ്ലാൻ ചെയ്ത് ഒരു 50 ലൊക്കേഷൻ ഇല്ലേ, 56 ലൊക്കേഷനിൽ വെച്ചിട്ട് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോങ് ഏകദേശം 30 ലൊക്കേഷനിൽ പോയിട്ടുണ്ട്. പിന്നെ ആ സോങ്ങിനകത്ത് കാണിക്കുന്ന സ്ഥലം ഒന്നും റിയൽ അല്ല. റിയൽ എന്ന് വെച്ചാൽ CG ഒന്നും അല്ല ചെയ്തിരിക്കുന്നത്. നമ്മളോരോ ഫ്രെയിമിനെ ചീറ്റ് ചെയ്ത് എടുക്കുമെന്ന് പറയും. ഫ്രണ്ട് ഷോട്ട് വരാൻ ബാക്ക് ഷോട്ട് ശരിക്കും സ്ഥലമില്ല. അങ്ങനെ കുറെ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഇതിനകത്ത് DA അത് ക്യാമറ പറയണ്ട, അതിനൊരു പുതിയ പാട്ട് സ്ഥിരം കാണുന്നൊരു പാട്ടിൽ നിന്ന് മാറ്റി കളർ ഒരു പ്രത്യേക കളർ ടോണൊക്കെ സെറ്റ് ചെയ്ത് അങ്ങനെ കുറച്ച് പുതുമകൾ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിന്റെ റിസൾട്ട് എന്താണെന്ന് ഇതിന് 7-ാം തീയതി അറിയാൻ പറ്റും. പ്രതീക്ഷ ഉണ്ടോ 7-ാം തീയതി? പ്രതീക്ഷ ഉണ്ട്. കാര്യം വെച്ചാൽ ഞാൻ കണ്ടിട്ടുള്ള സിനിമകളിൽ
മലയാള സിനിമ ഇങ്ങനത്തെ ജേർണി വന്നിട്ടില്ല എന്ന് ഉറപ്പിച്ച് പറയാം. ഞാൻ കണ്ട പടങ്ങൾ വെച്ചിട്ട് മലയാളത്തിലെ നല്ല ഞാൻ കണ്ട സിനിമകളൊന്നും ജേർണി വന്നിട്ടില്ല. പിന്നെ ആൾക്കാർ പ്രതീക്ഷിക്കുന്നതിന് മേളിൽ നല്ലൊരു ക്ലൈമാക്സ് സിനിമയിൽ തരാൻ പറ്റും, അത് ഉറപ്പുണ്ട്. ഷോർട്ട് ഫിലിം മാത്രമല്ല ചെയ്തത്, അപ്പോൾ ഷോർട്ട് ഫസ്റ്റ് മൂവിയാണ് ഇപ്പോൾ ഡയറക്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെ പ്രതിസന്ധികളാണ് നേരിട്ടത്, അല്ലെങ്കിൽ എത്രത്തോളം ഡിഫിക്കൽട്ട് ആയിരുന്നു ഈ ഒരു ഫിലിം ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നത്? ഞാൻ പ്രൊഫഷണൽ യൂണിറ്റൊന്നും ഞാൻ വലുതായിട്ട് പോയിട്ടില്ല. ഒരു സുഹൃത്തിൻ്റെ ഒരു സീരിയലാണ് ഒരു പടത്തിന്, ആ യൂണിറ്റിൽ മാത്രമേ ഞാൻ പോയി. അതായത് ഫ്രണ്ടിൻ്റെ ആൾക്കാരായിരുന്നു. ഷോർട്ട് ഫിലിം ചെയ്തത് പോലെ അല്ല സിനിമ. കാര്യം ഒരുപാട് കാര്യം ഒരു വലിയ ക്രൂവിനെ കൺട്രോൾ ചെയ്യാം, അങ്ങനെ ഒരുപാട് കടയുണ്ട്. കാര്യം ഷോർട്ട് നമുക്കിപ്പോൾ ഒരു 3-4 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്ത് നമുക്ക് ഔട്ട് ഇറക്കാൻ പറ്റും. ഇതൊരു 3 വർഷം എടുത്തു. അതിനകത്തുള്ള ബുദ്ധിമുട്ടൊക്കെ ശരിക്കും ഉണ്ടായിരുന്നു. പിന്നെ പ്രൊഡ്യൂസർ ശരിക്കും തെറ്റ് ഈ വർക്കിൽ ഇല്ല. ഓക്കെ. പിന്നെ അവാർഡ് കിട്ടുന്നൊന്നും പ്രതീക്ഷിച്ചിട്ടൊന്നുമില്ല. പക്ഷേ കുറെ ഇതിനൊക്കെ അയച്ചു കുറെ അവാർഡ് കാര്യങ്ങളൊക്കെ കിട്ടി. സിനിമ ചർച്ച ചെയ്യുന്ന വിഷയം എന്താണ് മെയിനായിട്ട്? ആ ഒരു നിങ്ങൾ സമൂഹത്തിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. എല്ലാ സിനിമയുടെയും ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നതാണ്. എന്തെങ്കിലും ഒരു മെസ്സേജ് എവിടെയെങ്കിലും, അത് നെഗറ്റീവോ പോസിറ്റീവോ എന്നുള്ളതല്ല, എന്താണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഇതിനകത്ത് തെറ്റിദ്ധാരണ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ മരണത്തെക്കാളും പെയിൻഫുൾ ആണ് ചതി. അതിന്റെ പെയിൻ എന്നാണ് പണം കാണുന്നവരായിട്ട് മനസ്സിലാവും. പക്ഷെ നേരത്തെ പറഞ്ഞനുസരിച്ച് നോക്കുമ്പോൾ ആണാണോ ചതിച്ചത് പെണ്ണാണോ ചതിച്ചത് എന്നുള്ളത്, ആണാണോ ചതിക്കുന്നത് പെണ്ണാണോ ചതിക്കുന്നത് എന്നുള്ളത് പറയാൻ പറ്റുമോ? ചതിയൊരു സാധനം വരുമ്പോൾ എല്ലാവരും കൂടുതൽ പെണ്ണുങ്ങൾ അദ്ദേഹം ഒരു സാധനം കൂടുതലും പറയുന്നുണ്ട് അല്ലേ? അതെന്നാ പറയുന്നത്. പക്ഷെ അത് അങ്ങനെയാണ് പറയുന്നത്. പക്ഷെ പടങ്ങൾ ഇറങ്ങുമ്പോൾ അതൊന്നും അല്ല സത്യം എന്ന് മനസ്സിലാക്കുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തും. പെണ്ണ് ചോദിച്ചാൽ ഒരു ക്യൂട്ട്നെസ് ഉണ്ടല്ലോ അല്ലേ? അല്ലെ, പെണ്ണ് ചോദിച്ചാൽ ക്യൂട്ട്നെസ്, ആണ് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രയാസമാണ് എല്ലാവർക്കും. അപ്പൊ അതിനെതിരായിട്ടാണ് പറയുന്നത്. അങ്ങനെ പറയാൻ പറ്റൂല. അതല്ല ശരിക്കും സ്റ്റോറി ലൈൻ അതല്ല. ചതി അതിനൊരു പെയിൻ ഉണ്ട്. ആ പെയിൻ നിന്നുള്ള ഒരു കഥ തന്നെയാണ്, കിട്ടിയ അനുഭവമാണ്. അതിനകത്ത് കിട്ടിയൊരു സ്റ്റോറി തന്നെയാണ്. കരിമ്പടം എന്നുള്ള പേരിലേക്ക് കരിമ്പടം പുതപ്പ് അറിയാം. പുതപ്പാണല്ലോ കരിമ്പടം, കറുത്ത കളറാണല്ലോ. നമ്മുടെ ഇതിനകത്ത് ജീവിതത്തിന്റെ ഒരു തിരശീല എന്ന് പറയുന്ന ഒരു അർത്ഥം കൂടെ ഉണ്ട്. ആ ഒരു അർത്ഥത്തിൽ കൂടെയാണ് എടുത്തിരിക്കുന്നത്. ഇതില് സ്പോയിലർ ആവുമോ എന്നാലും മരണശേഷം ഒരു വ്യക്തി കടന്നുള്ള വഴികളിൽ കൂടെ സിനിമ പോകും. പിന്നെ ഇത് നേരത്തെ പറഞ്ഞില്ലേ സന്ദേശം, നമ്മളെല്ലാവർക്കും ലൈഫിൽ നമുക്ക് ഒരു ചാൻസ് ദൈവം തരും. നമ്മൾ പോകുന്ന വഴിയിലേക്ക് ഒരു ചാൻസ്, ഒരു താക്കോൽ. ഇതിലൊരു താക്കോലുണ്ട് ഈ ഫിലിമിൽ. ദൈവനായകൻ്റെ മുന്നിൽ ഒരു താക്കോൽ ഇട്ടിടുന്നുണ്ട്. ആ താക്കോൽ ചവിട്ടി പിടിച്ചാൽ പോകുന്നത് നായകൻ. കാര്യം അവൻ പകയിലാണ്, റിവെഞ്ചിലാണ്. അപ്പോൾ ആ റിവെഞ്ചും പകയിൽ നിൽക്കുന്ന സമയത്ത് നമ്മുടെ മുമ്പിലുള്ള ആ അവസരങ്ങൾ നമ്മൾ കാണുന്നില്ല എന്നൊരു സന്ദേശം ഇതിലുണ്ട്. ഈ സ്ത്രീകളുടെ തേപ്പിനെ പറ്റി പറയുമ്പം അതൊരു ഒരു പരിധിവരെ ഇന്ന് ചില ഉള്ളത് സത്യങ്ങൾ പല സ്ഥലത്തും ഉണ്ടെങ്കിലും അത് പറയാൻ കുറച്ച് മടി എല്ലാവർക്കും ഉണ്ട്. പൊതുവെ മടിയാണ് അങ്ങനെ സ്ത്രീകളെ മോശമായിട്ട് അല്ലെങ്കിൽ ഒരു മോശം ക്യാരക്ടറിലേക്ക് പോർട്രേറ്റ് ചെയ്യാനായിട്ട് എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് സ്ത്രീകളിലാണെങ്കിലും ശരി, പുരുഷന്മാരിലാണെങ്കിലും അതെ. അതേസമയം ആണിനെ എത്ര ക്രൂരനായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ആ ഒരു പ്രതിസന്ധി എങ്ങനെയാണ് നേരിട്ടെ? ഞാൻ ആ സ്റ്റോറി ലൈൻ വേണ്ടത് മാത്രം, അതുകൊണ്ട് ഒരുപാട് വുമൻസ് കാർഡ് ഫിലിമിന് വേണ്ടിയിട്ടുണ്ട്. സ്ത്രീകളെ ഈ പറഞ്ഞ റിവെഞ്ച് വരാൻ നേരത്ത് ഒരുപാട് സ്ത്രീകളെ ഈ പറഞ്ഞ അങ്ങനെയുള്ള സ്ത്രീകൾക്കെതിരായിട്ടുള്ള രംഗങ്ങൾ വരുന്ന ഒരുപാട് കാർഡ് ഫിലിമുകളുണ്ട്. പക്ഷെ അതെല്ലാം നമ്മൾ ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഫിലിമിൻ്റെ ക്ലൈമാക്സ് അതെല്ലാം ജസ്റ്റിഫൈ ചെയ്യുന്ന ക്ലൈമാക്സ്. വീണ്ടും മലയാളത്തിലെ ഒരു പുതിയ തേപ്പുകാരി വരികയാണെന്ന ഒരു സൂചന സൂചന എങ്ങനെയാണ് വരുന്നത്? ഓക്കെ. അപ്പൊ എന്താണ് ഈ മൂവിയെ പറ്റി ഒരു എക്സ്പീരിയൻസ് എന്താണ്? ഫസ്റ്റ് ടൈം എൻ്റെ പേര് തീർത്ഥാനന്ദ, ഹീറോയിനായിട്ട് വർക്ക് ചെയ്തിരിക്കുന്ന മൂവിയുടെ എക്സ്പീരിയൻസ് എൻ്റെ ഫസ്റ്റ് മൂവിയാ. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു
ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സെലക്ട് ആയി നടന്നപ്പം സന്തോഷത്തിലുപരി ടെൻഷനായിരുന്നു. കാരണം എങ്ങനെ ഞാൻ അതിനെ ഫേസ് ചെയ്യും, ഓരോ സീൻ എങ്ങനെ ആയിരിക്കും എന്നൊക്കെ ഉള്ളത്. പക്ഷെ ആ ഒരു സെറ്റിൽ ചെന്നതിന് ശേഷം എനിക്ക് ആ ഒരു ടെൻഷൻ ഒന്നും അലട്ടിയിട്ടേ ഇല്ല. കാരണം സ്ക്രിപ്റ്റ് വന്നപ്പോൾ മനസ്സിലായില്ല, സോറി എനിക്ക് ഒട്ടും മനസ്സിലായില്ല. പിന്നെ ഞാൻ എൻ്റെ ഭാഗമൊക്കെ മനസ്സിലാക്കി ആ ഒരു ക്യാരക്ടർ ചെയ്യുന്ന സമയത്ത്, പക്ഷെ ആ ക്യാരക്ടറിനെ ഭയങ്കരമായിട്ട് ഇതാക്കി. കാരണം അത്രയ്ക്കും പാവം പിടിച്ചൊരു പുള്ളിക്കാരത്തിയാണ്, എന്നെക്കാളും പാവം, അത്രയ്ക്കും പാവം. അപ്പം അങ്ങനെ അപ്പം ആ ഒരു കംഫർട്ട് സോണിൽ ഇപ്പം എല്ലാ ക്രൂവും, ഇപ്പം ഡയറക്ടർ തുടങ്ങി എല്ലാവരും, ആ സെറ്റിലുണ്ടായിരുന്ന എല്ലാവരും എന്നെ അത്രയും ആ ഒരു കംഫർട്ട് ആക്കിയായിരുന്നു ഓരോ ഷോട്ടും ചെയ്തത്. അപ്പം എനിക്ക് ആ ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അതിൽ എനിക്ക് സന്തോഷമുണ്ട്. പിന്നെ ഫസ്റ്റ് മൂവി അത് ഇറങ്ങുന്നതിൻ്റെതായുള്ള എക്സൈറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ സിനിമ സ്ക്രിപ്റ്റ് മുഴുവൻ കേട്ടായിരുന്നോ? സ്ക്രിപ്റ്റ് ഫുള്ള് കേട്ടില്ല, എന്നാലും ഫസ്റ്റ് കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും എനിക്ക് മനസ്സിലായില്ല. എന്നെ ഓക്കെ, ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു ഈ തരത്തിലൊരു പോർട്രേറ്റ് ചെയ്യുമ്പോൾ ഉള്ളിലുള്ള ഫെമിനിസം എന്തെങ്കിലും പുറത്തിയാടിയോ അവരോട്? അങ്ങനെയില്ല. അതെ, ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് ഇതായതുകൊണ്ട് എനിക്ക് ആ ഒരു നന്നായിട്ടില്ല. പറയണമെന്ന് ചോദിക്കുകയാന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ മൂവിനെ പറ്റി എന്താണ് പ്രതീക്ഷ? മൂവിനെ പറ്റി റിവ്യൂ കണ്ട ഒരാളെന്നുള്ള ഒരു രീതിക്ക് പറയുകയാണെങ്കിൽ നല്ല പ്രതീക്ഷയുണ്ട്. എപ്പോഴും പറഞ്ഞ പോലെ ആർക്കും അങ്ങനെ ഒരു എന്താ പറയുന്നത്, ഒരു സിനിമ കണ്ടിട്ട് ഒരു ബാഡ് ഇത് ഉണ്ടാവത്തില്ലെന്ന് ഉറപ്പാണ്. കാരണം അത്രയും ഒരു വിശ്വാസം ഉണ്ടാകുന്നില്ലേ, റിവ്യൂ കണ്ട ഒരാളെന്ന നിലയ്ക്ക് അത്രയും കോൺഫിഡൻസ് ഉണ്ട് നല്ലൊരു റിവ്യൂ തന്നെ ആയിരിക്കും കിട്ടുന്നത്. കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെടും, ജെൻസിനായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മൂവി ആയിരിക്കും, എല്ലാവരുടെ മനസ്സിലിരിക്കുന്ന ഒരു ഇതായിരിക്കും. അങ്ങനെ നെഞ്ചിലൊരു ഇങ്ങനെ ഉണ്ടാവും ഇറങ്ങുമ്പോൾ ഉറപ്പാ ഉണ്ടാവും. എൻ്റെ പേര് അനീഷ് മലമെന്നാണ്. ഞാൻ ഈ കരിമ്പടം എന്ന് പറയുന്ന മൂവിയിൽ അക്ബർ എന്ന് പറയുന്ന കഥാപാത്രമാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അത് ഏകദേശം ഫിലിം 2.5 മണിക്കൂറാണ്. 1.5 മണിക്കൂറോളം ഈ ഫിലിമിൻ്റെ കഥ കൊണ്ടുവന്നൊരു ക്യാരക്ടറാണ് അക്ബർ എന്ന് പറയുന്നത്. അതിനുശേഷമാണ് മെയിൻ ഹീറോയ്ക്ക് അവളെ പാറ്റം കൈമാറുന്നതായിട്ട് ലീഡ് കൈമാറി. അങ്ങനെയാണ് ഈ ഫിലിമിലേക്ക് പോകുന്നത്. അപ്പം അനസൈനെ കുറിച്ച് നമ്മുടെ റൈറ്ററും മെയിൻ ഹീറോയൊക്കെ അനസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ഒരു സുഹൃത്താണ്. നമ്മൾ നേരത്തെ ഷോർട്ട് ഫിലിമുകൾ ചെയ്തിട്ടുണ്ട്. അത് RDS എന്ന പേരുള്ള സിനിമ ഇറങ്ങുന്നതിന് മുമ്പാണ് ഒരു ഷോർട്ട് ഫിലിം ചെയ്തായിരുന്നത്. അപ്പം അത് അത്യാവശ്യം നമുക്ക് ഇഷ്ടപ്പെട്ട് ചെയ്ത്, അതിൻ്റെ ഡയറക്ടർ നമ്മൾ ജയിലിൽ തന്നെയായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഒരു സിനിമ പ്ലാൻ ചെയ്ത് ചെറിയൊരു തോട്ടിൽ നിന്നും ഈ ഒരു വലിയൊരു കഥയിലേക്ക് വരികയായിരുന്നു. അപ്പം അങ്ങനെയാണ് ഈ സിനിമ ഈ ഒരു രീതിയിൽ എത്തിപ്പെട്ടത്. സിനിമയുടെ പ്രതീക്ഷ എങ്ങനെയാണ്? പ്രേക്ഷകർ കാണുമ്പോൾ ഏത് രീതിയിൽ എടുക്കുമെന്നാണ് വിചാരിക്കുന്നത്? ഈ പറഞ്ഞ ഡയറക്ടറും റൈറ്ററൊക്കെ പറഞ്ഞത് ഒരു പുതിയ മലയാളത്തിൽ ഇതുവരെ ഇങ്ങനെ ഒരു ജനറൽ സിനിമ വന്നിട്ടില്ല. അപ്പം ഞാൻ അതിൻ്റെ പ്രിവ്യൂ കണ്ടിരുന്നു. അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിനൊക്കെ ഈ കുട്ടിയൊക്കെ പറഞ്ഞാണെങ്കിൽ ഇത് കണ്ടിട്ട് നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഒരു വീങ്ങൽ നമ്മൾ ഈ ആകാശത്ത് നിന്ന് സിനിമയെ കാണുമ്പോൾ ഒരു ഫീലല്ലേ, അതൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ പ്രേക്ഷകർക്കെല്ലാം ആ രീതിയിൽ തന്നെ കണക്റ്റ് ആവുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതേമാതിരി ഇത് 1 ടൈം വാച്ചബിൾ അല്ല. അപ്പം ആദ്യം കാണുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു സ്റ്റോറി ആയിരിക്കത്തില്ല രണ്ടാമത് കാണുമ്പോൾ. അപ്പോഴേ നമുക്ക് റിയലായിട്ട് എന്താണ് റൈറ്റർ ഡയറക്ടറൊക്കെ ഉദ്ദേശിച്ചത് മനസ്സിലാക്കുള്ളൂ. താങ്ക് യു. ചെയ്തത് എന്താണെന്നുള്ളത് പറഞ്ഞു. എൻ്റെ പേര് ഷാരിക നായർ. ഈ സിനിമയുടെ തീം എന്ന് പറഞ്ഞൊരു ശക്തമായൊരു കഥാപാത്രത്തെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഈ കഥാപാത്രത്തിൻ്റെ ആദ്യം ഈ കഥ പറഞ്ഞ സമയത്ത് എനിക്കൊന്നും മനസ്സിലായി കേട്ടോ. രണ്ടാമത് ഞാൻ വീണ്ടും ചോദിച്ചു അൻസിക്ക കഥ ഒന്നുകൂടെ പറയുമ്പോൾ അൻസിക്ക കഥ പറഞ്ഞു. ഞാൻ ഇതെന്താ ചരിത്ര നാടകമോ ചോദിച്ചു. നിനക്കത് മനസ്സിലാവാത്തതുകൊണ്ടാണ് ഞാൻ എനിക്ക് തീയമൊന്നും തമിഴ് ക്യാരക്ടർ എന്തൊക്കെയാണ് കോസ്റ്റ്യൂമാണ് എനിക്കൊന്ന് വലിയ ഷർട്ട് ഇട്ട് പിന്നെ എന്താ ഒരു ടാപ്പിംഗ് തൊഴിലാളിയായിട്ടൊക്കെ നടക്കാനാണ്. നിനക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലാവാത്തതുകൊണ്ടാണ് നീ വരാൻ പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ
സെറ്റിൽ ചെന്നു. ബാക്കി കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അവിടെ ചെന്ന് ഷൂട്ട് ചെയ്യുന്നപ്പോഴത്തേക്ക് അനീഷ എന്നോട് പറഞ്ഞു, ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രമാണ് തീയമ്മ. ഞാൻ സത്യം പറഞ്ഞാൽ അന്നേരം എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണെന്ന്. ഞാനിങ്ങനെ കഥ കേട്ടെങ്കിൽ എനിക്കൊന്നും മനസ്സിലായിട്ടില്ലായിരുന്നു. ഈ കോസ്റ്റ്യൂം ഒക്കെ ഇട്ടിട്ട് ആ ഒരു ഷോട്ട് എടുത്തു കഴിഞ്ഞപ്പോഴാണ് എനിക്കത് എന്താണെന്ന് സത്യമായിട്ടും വ്യക്തമായത്. പിന്നീട് ഞാൻ ആ ക്യാരക്ടറായിട്ട് മാറി. വീട്ടിൽ ചെന്നിട്ട് എനിക്ക് ആ ക്യാരക്ടറിൽ നിന്ന് പുറത്തു പോയിട്ടില്ലായിരുന്നു. അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട് ചെയ്ത ഒരു കഥാപാത്രം. മുമ്പ് ഞാൻ അഭിരാജന്റെ സ്വന്തം അടങ്ങത്തി എന്ന മൂവിയിൽ ഹീറോയിനായിട്ട് ചെയ്ത ആളാണ്. ആ സിനിമയിൽ ഫുള്ളുണ്ടെങ്കിലും എനിക്ക് അതിനേക്കാൾ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഇതാണ്. ഇത് 3 വർഷത്തോളം വെയിറ്റ് ചെയ്ത് പ്രാർത്ഥിച്ച് ഇതിനകത്ത് എല്ലാവരും എഫേർട്ട് അത്രത്തോളം ഉണ്ട്. ഡെയിലി കഴിഞ്ഞ് ഷൂട്ട് വെച്ചത് മൊത്തം നൈറ്റായിരുന്നു അല്ലേ? നൈറ്റാണ് കൂടുതലും ഷൂട്ടിനകത്ത് വന്നിരിക്കുന്നത്. പിന്നെ കുറച്ച് ഡാർക്ക്നെസ്സും എന്താ പറയുക വയലൻസ് ഒക്കെ ഒരുപാട് ഉണ്ടായിട്ട് കുറേ കട്ട് ചെയ്തിട്ട് കളയേണ്ടി വന്നു. അപ്പം വയലൻസ് ഉണ്ട്, ഡാർക്ക്നെസ് ഉണ്ട്, പിന്നെ ലവ് ഉണ്ട്. അതിലൂടെ ചതി എന്താണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. പിന്നീട് ചതിച്ചതെല്ലാം അത് നമുക്ക് തെറ്റിദ്ധാരണയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു സാഹചര്യങ്ങളുണ്ടാകുന്നുണ്ട്. ആരും വെറുതെ അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഒരാൾ ചതിക്കുന്നതായിരിക്കത്തില്ല. ചിലപ്പോൾ അവരൊരു ലേഡി ആയാലും ഒരു പുരുഷനായാലും ചിലപ്പോൾ അവരെ മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നതായിരിക്കാം. അതൊക്കെ ഈ സിനിമയിലൂടെ പറയുന്നുണ്ട്. എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയൊരു മൂവിയാണ് ഇത്. ഇതുവരെ ഇങ്ങനെ ഒരു ജേണലിൽ സിനിമ മലയാളത്തിൽ തമിഴിലും തെലുങ്കിലും ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു ജേണലിൽ കൂടെ ഒരു സിനിമ പോകുന്നത്. നല്ലൊരു പ്രതീക്ഷയാണ്. 7-ാം തീയതി എല്ലാം പ്രേക്ഷകരുടെ കയ്യിലിരിക്കുകയാണ് ഈ മൂവിയുടെ എല്ലാം. ഇനി അവരാണ് തീരുമാനിക്കേണ്ടത്. കൂടെ അഭിനയിച്ചതിൽ ഏറ്റവും അതായത് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു അഭിനയം ഉണ്ടാവുമല്ലോ, അതിലാരായിരുന്നു അഭിനയിച്ചത്? അങ്ങനെ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പെർഫെക്റ്റാണ്. എല്ലാവരും നല്ല രീതിക്ക് അഭിനയിച്ചവരാണ്. അല്ല എല്ലാവരും നല്ല രീതിക്ക് തന്നെയാണ് ചെയ്തത്. ആർക്കും പ്രത്യേകിച്ച് ഒരു ഇത് എടുത്തു പറയാനും വേണ്ടിയിട്ടില്ല. എല്ലാവരും ബെറ്ററായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പേടിക്കേണ്ട ഒരു കാര്യം അവിടെ വന്നിട്ടില്ല. സെറ്റ് ചെയ്തിട്ട് എല്ലാവരും ഫ്രണ്ട്ലിയാണ്. ആർക്കും പിന്നെ ഡയറക്ടറൊന്നോ സ്ക്രിപ്റ്റ് റൈറ്ററിനോ നായകനോ നായികയോ അങ്ങനെ ഒരു കഥാപാത്രത്തിന് വേറെ തിരിച്ച് ആർക്കും ഇല്ല. എല്ലാവരും എല്ലാം ചെയ്യുന്നവരാണ്. അതെ, പാമ്പേടിയോ പുലിയടിയോ ആരെ കുത്തോ അങ്ങനെ വല്ലതുള്ള പേടിയോ ഉണ്ടായിരുന്നു. വേറെ ഒന്നുമില്ല. കാര്യം വല്ല മലയുടെ കുന്നിന്റെ മുകളിലൊക്കെ ഷൂട്ട് കാറ്റിന്റെ ഇടയിൽ കഴിക്കുക. നൈറ്റൊക്കെ പ്രേതവാദയുള്ള സ്ഥലത്ത് നോക്കി ഷൂട്ട് നടന്നത്. ഇതിനു മുമ്പും സിനിമ എന്തിനും മലയുടെ മുകളിൽ അങ്ങനെ ചേറ്റുപാറയെന്ന് പറയുന്നൊരു മലയുടെ മുകളിലൊക്കെ ഒരു പഴയ ബ്രിട്ടീഷ് ബംഗ്ലാവ് അവിടെ ശവകലറയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ മുമ്പിൽ ഇരിക്കുന്നത് ഭക്ഷണം കഴിക്കാൻ പോലും പേടിച്ചിട്ടൊക്കെ ഇരിക്കുന്നത്. സാറവിടെ വന്നിട്ടില്ല, സാറിനവിടെ വന്നിട്ടില്ല. ക്യാമറാമാനാണ് കൂടുതൽ എക്സ്പീരിയൻസ്. എൻ്റെ പേര് ശ്രീജിത്ത് എന്നാണ്. ആയിലാണ് സ്ഥലം. ഞാനാണ് ഇതിൻ്റെ ക്യാമറ ചെയ്തിരിക്കുന്നത്. ക്യാമറ ഏത് തരത്തിൽ വേണമെന്നുള്ള നിർദ്ദേശമാണ് വന്നത്? ഡാർക്ക് എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞതാണ്. അത് അങ്ങനെ ചെയ്യാനായിട്ട് ഈ സിനിമയ്ക്ക് എന്താ അങ്ങനെ തോന്നാൻ കാരണം? ഇതിൻ്റെ സ്ക്രിപ്റ്റ് എനിക്ക് ആദ്യം വായിക്കുന്നുണ്ടായിരുന്നു. സ്ക്രിപ്റ്റ് വായിക്കുന്നുണ്ട്. വായിച്ചിട്ട് എന്ത് പറഞ്ഞാൽ അതിന് ഇഷ്ടമുള്ളൊരു കളത്തിൽ കണ്ടുപിടിച്ചിട്ട് ചെയ്യും. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഷൂട്ടിൻ്റെ സമയം കുറച്ച് കൂടുതലാണ്. 1 വർഷം 6 മാസം ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത്. പിന്നെ മേക്കപ്പ് ഓവർ കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്ക് കൂടി 1 വർഷം കഴിഞ്ഞ് 1.5 വർഷം കഴിഞ്ഞിട്ടൊക്കെ ആയി. അപ്പം ആ ഒരു കളർ ആദ്യം മുതലുള്ള കളർ പിടിക്കണം. അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്ക് ക്യാമറ ഒരു പ്രശ്നമാണ്. കാരണം റെന്റിനെടുത്ത് കഴിഞ്ഞാൽ പല ക്യാമറയായിരിക്കും കിട്ടുന്നത്, പല ലെൻസുകളായിരിക്കും കിട്ടുന്നത്. അപ്പം കളർ ടോണുകൾ മാറും, സെറ്റിങ്സുകൾ മാറും. അപ്പോൾ ഞങ്ങൾ ഒരു ക്യാമറ മേടിക്കാൻ വെച്ചു, ഒരു ക്യാമറ വാങ്ങിച്ചു. അപ്പോൾ അതിനകത്ത് ഞങ്ങൾക്ക് കുറച്ച് റിസർച്ച് ചെയ്യാൻ തോന്നുന്നു. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു വില്ലേജിലുള്ള ഒരു കഥയാണ്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു ഗ്രീൻ ഷാഡ് ഏറ്റവും കൂടുതൽ.
പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂവി ഒരു ഡാർക്കിലോട്ട് പോകും, പിന്നെ അതൊരു വൈറ്റിന്നും ഡാർക്കിലോട്ട് പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു കളർ ടോൺ കണ്ടുപിടിക്കും. അപ്പൊ അങ്ങനെ ഒരു ക്യാമറ വേണം. അപ്പൊ അങ്ങനെയുള്ള കളർ പ്രൊഫൈലൊക്കെ നോക്കിയപ്പോഴത്തേക്ക് എസ്എംഎസ് എന്ന് പറയുന്ന ക്യാമറ ഞങ്ങൾ പർച്ചേസ് ചെയ്തു. അപ്പൊ അതിനെ പറ്റിയ ഒരു ലെൻസ് വേണം. അപ്പൊ പിന്നെ മറ്റുള്ള ലെൻസുകളൊക്കെ നോക്കി ഒരു സോഫ്റ്റ് ലെൻസ് തന്നെ ഞങ്ങൾ സെലക്ട് ചെയ്തു. അപ്പൊ പിന്നെ പോയി കളർ ടോൺ കണ്ടുപിടിക്കാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീനും വേണം, ഗ്രേയും വേണം, ഡാർക്കും വേണം, ഒരു ഗോൾഡൻ കളർ വേണം. അപ്പൊ ഇത് ഇത്രയും കളറും കൂടെ ഒരു എങ്ങനെയാ ഒന്ന് കൂട്ടി കലർത്തിയുള്ള ഒരു കളർ ടോൺ കാണുമ്പോൾ മനസ്സിലാവും അതെങ്ങനെയുള്ളതാണോ. അപ്പം എനിക്ക് താങ്കളുടെ ഒരു കരിയറിൽ ഒരിക്കലും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ? അതെ അതെ. സിനിമയെ കുറിച്ച് എന്താണ് പ്രതീക്ഷ? സിനിമയെ കുറിച്ച് വലിയ പ്രതീക്ഷകളാണ്. എൻ്റെ ആദ്യത്തെ സിനിമയാണ്. എൻ്റെ പേര് വിവേകാനന്ദൻ. ഇദ്ദേഹം കഴിഞ്ഞുള്ള വില്ലനാണ്. ഞാൻ അമലാദ് മുതൽ ഏകദേശം 13 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഷോർട്ട് ഫിലിമിൽ ഞാൻ നായകനും അമലാദ് വില്ലനുമായിട്ടാണ് തുടങ്ങുന്നത്. അതിനുശേഷം 10-15ഓളം ഷോർട്ട് ഫിലിമുകൾ, അനസുമായിട്ടുള്ള ബന്ധം, ആ സൗഹൃദത്തിൽ ആദ്യത്തെ സിനിമയിൽ വില്ലനായി ഒരു അവസരം തന്നതിനുള്ള നന്ദി അറിയിക്കുന്നു. രാമൻ എന്ന കഥാപാത്രമാണ് ചെയ്യുന്നത്. വളരെ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ വളരെ വ്യത്യസ്തമായ കഥ, നല്ലൊരു മെസ്സേജ് ഇതിലുണ്ട്. ഒരു പക്ഷേ ഈ സിനിമ ഓരോരുത്തർക്കും ഓരോ രീതിയിലേ കാണാൻ പറ്റും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അതായത് സസ്പെൻസ് ഉണ്ട്, പ്രണയമുണ്ട്, അതോടൊപ്പം നല്ലൊരു സന്ദേശമുണ്ട്. അത് സിനിമ കാണുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ. ഇതെല്ലാവരും സ്വീകരിക്കുമെന്ന് തന്നെയാണ്, ഈ പടം നല്ല വിജയത്തിലേക്ക് പോകുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പിന്നെ എല്ലാവരും ഏകദേശം പുതുമുഖങ്ങളായതുകൊണ്ടുള്ള ഒരു ടെൻഷൻ ഞങ്ങൾക്ക് എല്ലാവർക്കുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ പറഞ്ഞ പോലെ കഥ തുടങ്ങി ഒരു പാറ്റേണിൽ നിന്ന് വേറൊരു രീതിയിലേക്ക് പോയി അവിടെ നിന്ന് അവസാനം വരുമ്പോൾ അങ്ങനെയല്ല, അങ്ങനെ ഒരു സസ്പെൻസ്, നല്ലൊരു സസ്പെൻസ് ഉണ്ട്. അതുകൊണ്ട് സന്ദേശവും ഇത് ഏതൊരാൾക്കും പെട്ടെന്ന് മനസ്സിലാകുമോ എന്ന് ചോദിച്ചാൽ മനസ്സിലാവില്ല. കാരണം മനസ്സിലുള്ള ഓരോ വെട്ടവും വണ്ടി, ഞാൻ ഇതിന്റെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്ത് എൻഡ് വരെ പോകുന്നുണ്ട്. അപ്പം ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്നപ്പോൾ സാറൊന്ന് സംബോധന ചെയ്യുന്നതാണ്. അപ്പം അദ്ദേഹം എന്നെ ഞാൻ കൊണ്ടുപോകും, ഇതെങ്ങനെയുണ്ട് സത്യത്തിൽ എനിക്ക് മനസ്സിലാവുന്നില്ല കഥ. അപ്പൊ ഞാൻ ഇനി അദ്ദേഹത്തിനൊന്നും തോന്നണ്ട എന്ന് വിചാരിച്ച് ഞാൻ പറയാം, കുഴപ്പമില്ല പറഞ്ഞു. ഒരു 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും ഇത് ഇപ്പോഴാണ് ഞാൻ പറയുന്നത് കേട്ടോ, നേരത്തെ പിന്നെ പറഞ്ഞു വിട്ടാൽ പിന്നെ അഭിനയിക്കാൻ പറ്റത്തില്ലല്ലോ. കാരണം ഈ പറയുന്ന മൊത്തം അപ്പോഴും കൊള്ളാം സൂപ്പറാണ്, മനസ്സിലായാണോ? പിന്നെ ഭയങ്കര മനസ്സിലായി. ചുരുക്കി പറഞ്ഞാൽ എനിക്ക് കറക്റ്റ് മനസ്സിലായത് അതിന്റെ പ്രിവ്യൂ കണ്ടപ്പോഴും ഉള്ള കാര്യം പറയാതെ അപ്പോഴേ ഇത് മനസ്സിലാവും. അത് ഒന്നും കൂടെ കണ്ടാലോ എന്ന് വെച്ചാൽ ഇവരെന്നെ വീണ്ടും കാണിക്കത്തില്ല. കാരണം മനസ്സിലായല്ലോ. യഥാർത്ഥത്തിൽ ഇനിയും എനിക്ക് മനസ്സിലായതുണ്ട്. സത്യം പറഞ്ഞാൽ അത്ര നല്ലൊരു സസ്പെൻസ് ആണ്. ഈ പറഞ്ഞ കഥ വ്യത്യസ്തം തന്നെയാണ്. എല്ലാ ആൾക്കാരെയും പടം കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് വളർന്നു വരുന്ന കുറെ കലാകാരന്മാരെ വളർത്തിയെടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എനിക്ക് കൈമാറും. ഒരു ശക്തമായ കഥാപാത്രമാണ് താങ്കൾ ഇതിൽ ചെയ്തിരിക്കുന്നതെന്നാണ് പറഞ്ഞത്. അപ്പം അതെങ്ങനെ, എത്രത്തോളം ആ ഒരു കഥാപാത്രം താങ്കളെ ഏൽപ്പിച്ചപ്പോൾ അത് എത്രത്തോളം ഭംഗിയായി താങ്കൾ അത് ചെയ്തു? ശക്തമായ കഥാപാത്രം എന്ന് പറയുന്നത് കൃത്യമായ ഒരു വാക്ക് തന്നെയാണ്. കഥാപാത്രം അങ്ങനത്തെ ഒരു കഥാപാത്രമാണ്. അത് അനസ് ഞാൻ 2019 ചെയ്ത കാര്യത്തിൽ പ്രധാന വേഷം ചെയ്ത അനസാണ് ഞാൻ ഡയറക്റ്റ് ചെയ്തത്. അതില് മ്യൂസിക്കും ചെയ്തത് അത് തന്നെയായിരുന്നു അനസ്. അപ്പം അനസ് ഞാൻ ഓൾറെഡി പാട്ട് എഴുതും, തിരക്കഥാകൃത്താണ് ഞാൻ. എങ്കിലും മറ്റുള്ള നല്ല എഴുത്തുകളെ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടാറുണ്ട്. എൻ്റെ എഴുത്തുകളെക്കാളും മറ്റുള്ള എഴുത്തുകൾ. ഇപ്പോൾ ഞാനിപ്പോൾ ചെയ്ത റാസയിൽ പോലും അനസിൻ്റെ പാട്ട്, അതൊക്കെ ഞാൻ എഴുതുന്നതിനേക്കാളും എനിക്കിഷ്ടമാണ്. നല്ല എഴുത്താണ് അനസിൻ്റെ. അപ്പോൾ അനസ് ഈ ഒരു പടം പ്ലാൻ ചെയ്തു. അപ്പം പ്ലാൻ ചെയ്ത് പറഞ്ഞപ്പോൾ 2 വർഷത്തിനുള്ളിലായി. ഇതിൻ്റെ ഷൂട്ട് ഓൾറെഡി 1.5 വർഷം സംതിങ് ഷൂട്ടിൻ്റെ ലെങ്ത്, ബാക്കി അതിൻ്റെ കാര്യങ്ങളായിരുന്നു.
അപ്പോ ആ സമയത്ത് തന്നെ ഞാൻ ക്ലാസ് ചെയ്യുന്നത്, അത് റിലീസായി ഒരു വർഷം കഴിയുകയും ചെയ്തു. അപ്പൊ അത്രയും ടൈം എടുത്തിട്ടാണ് ഈ പടം ഈ ടീം തീർത്തത്. അപ്പൊ ഈ കഥ എന്നോട് പറയുന്ന സമയത്ത് എനിക്ക് വിശ്വാസമുണ്ട് അനസിന്റെ എഴുത്തിൽ. അപ്പോ അനസ് എഴുതുന്നതിൽ എന്തെങ്കിലും ഒരു വ്യത്യസ്തത ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ നമുക്ക് കഥ കേൾക്കാം. ഓക്കെ, ഇങ്ങനെ ഒന്ന് കേട്ട് എന്റെ ക്യാരക്ടറാണ് എല്ലാവരും പറഞ്ഞിട്ട് ഗംഭീര സാധനം. അപ്പോ കഥയും കാരണം ഞാൻ നാടകത്തിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ കഥയും കാര്യങ്ങളിലും ലോകത്ത് ജീവിച്ചതുകൊണ്ട് തന്നെ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അതിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് ചെയ്യാൻ ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ ചില കഥ കേൾക്കുമ്പോൾ. അപ്പൊ ഈ കഥാപാത്രം കേട്ടുകൊണ്ടിരിക്കാൻ തന്നെ നമുക്ക് വല്ലാണ്ട് ഫീൽ ഉണ്ടാകും. പ്രത്യേകിച്ച് അത് പറയുമ്പോൾ ഉണ്ടാകുന്നൊരു മനസ്സ് പറഞ്ഞു തരുമ്പോൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ തന്നെ തീരുമാനിച്ചത് വളരെ റിസ്ക് പിടിച്ച ഒരു എലമെന്റ് ആണല്ലോ. റിസ്ക്കാണ് ഈ കഥാപാത്രത്തിന്റെ ക്യാരക്ടർ ആർക്കുണ്ട്, ഈ ക്യാരക്ടർ ആർക്കുണ്ട്. അപ്പൊ ആ ക്യാരക്ടർ ആർക്ക് ഉള്ളത് ഏതൊരു ആർട്ടിസ്റ്റിന് വളരെ അറിയാം. ഏറ്റവും വലിയ ഗിഫ്റ്റ് അതാണ്, ഒരു കഥാപാത്രം കിട്ടുമ്പോൾ ഏറ്റവും വലിയ ഗിഫ്റ്റ് അതാണ്. പ്ലെയിനായിട്ട് ചെയ്തു പോകാൻ ആർക്കും പറ്റും. പക്ഷെ അവിടെ ഒരു ചലഞ്ച് ഉണ്ടാകുക, അതിനെ നമ്മ ഉള്ളിലേക്ക് ഏറ്റിയിട്ട് അഭിനയിച്ച് ഫലിപ്പിക്കുന്നതാണ് യഥാർത്ഥത്തിൽ. അപ്പോ നമ്മ ചിലപ്പോൾ പറയും ജീവിക്കുകയാണെന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും അംഗീകരിക്കാത്ത കാര്യമാണ്. ചിലർ പറയും ഞാൻ അതായിട്ട് ജീവിച്ചു, തെറ്റാണ്. ജീവിതം വേറെ അഭിനയിച്ചാണ് ജീവിക്കുന്നത്. അപ്പോ അങ്ങനെ അഭിനയിച്ച് ഫലിപ്പിക്കാൻ ഉതകുന്ന തരത്തിലുള്ള ഒരു കഥാപാത്രം. അപ്പൊ അത് അനസിന്റെ എഴുത്തിലുള്ള ആ ഒരു വട്ടം എന്ന് പറയാം, ഒരു വട്ട് എഴുത്തിലൊരു ഭ്രാന്തൻ ചിന്തകൾ സ്വഭാവത്തിലും ആ ഒരു ഇതുണ്ടോ? ചെയ്തിരിക്കണം. അതിന്റെ കഴിവെന്താണ് അതിന്റെ പ്രശ്നം ചിന്തിക്കുന്ന എന്താ പറയാ, പിന്നെ പട്ടനാണെന്ന് തോന്നിപ്പോകുന്നത്. അപ്പൊ ആ എഴുത്തില് വട്ടം വരുമ്പോഴുള്ളൂ അല്ലേ കൊടുക്കണം. അപ്പോ ഓൾറെഡി അത് എഴുത്തിനും കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ വ്യത്യസ്തമായ എഴുത്തുകൾ വരുന്നതാണ് എനിക്കിഷ്ടം. അപ്പോ വ്യത്യസ്തമായ ഒരു ജേണലോ അതവിടെ നിൽക്കട്ടെ, എഴുത്തവിടെ. അത് കഴിഞ്ഞിട്ട് അത് സംവിധാനം ചെയ്യുന്നത് അമലാദ്. അപ്പൊ അമലാദ് ഓൾറെഡി അനസിന്റെ ബ്രദറാണ്, അനസിന്റെ ചേട്ടനാണ് അമലാദ്. അപ്പൊ ഈ അമലാദിന്റെ ഷോർട്ട് മൂവീസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോ അത് ഒരു വർക്ക് കഴിഞ്ഞിട്ട് ആർട്ടിസ്റ്റ് ഞാൻ ഇവരോട് ഞാൻ പറഞ്ഞു, അത് കണ്ടിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ വല്ലാത്തൊരു സംവിധായകനാണ്, നിങ്ങൾക്ക് ഇതല്ല, നിങ്ങൾ ഇവിടെ അല്ല നിൽക്കേണ്ടത്, നിങ്ങൾ സിനിമ ചെയ്യും. അവരോട് ഞാൻ പറയാം സിനിമ ചെയ്യും, നിങ്ങളുടെ വലിയ സംഭവമില്ലേ, അതിലേക്ക് ചെയ്യും, ധൈര്യം മതി, ചെയ്യാൻ പറ്റും. ഇത് നിങ്ങൾ ഇത്രയും വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റിയാൽ അവരൊരു ഒരു സിനിമ വളരെ മനോഹരമാണ്. അദ്ദേഹത്തിന്റെ ഫ്രെയിമുകളൊക്കെ വളരെ രസവും ഭയങ്കര ഒരു സുഖമുള്ള ഫ്രെയിമുകളാണ്. അങ്ങനെ ആ രീതിയിൽ അമലുവിന്റെ കയ്യിൽ ആ സ്ക്രിപ്റ്റ് കിട്ടുമ്പോൾ എങ്ങനെയാകും എന്നുള്ളതും കൂടെ ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ ഇതൊരു നല്ല സിനിമയായി മാറും എന്നെനിക്ക് മനസ്സിലാക്കുകയും ഈ കഥാപാത്രം ചെയ്യാനായിട്ടുള്ള ഒരുക്കം ഞാൻ ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഈ വേഷം ചെയ്യുന്നത്. ഒരു സംവിധായകനും കൂടിയാണല്ലോ. അപ്പൊ അഭിനേതാവ് എന്നുള്ള രീതിയിലാണ്, സംവിധായകൻ എന്നുള്ള രീതിയിലാണ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത്. അത് ഞാന് നമ്മൾ പറയില്ലേ അതിനുവേണ്ടി ചെയ്യുന്ന ജോലി അഭിനയമാണ്. കാരണം ഞാൻ നടനാണ്, 17 വയസ്സ് തുടങ്ങിയതാണ്. അപ്പൊ അതുകൊണ്ട് അന്ന് നമ്മൾ ജോലി ചെയ്ത് കൂലി കിട്ടുന്നത് അഭിനയിച്ചിട്ടാണ്. 2016 വരെയും സംഘകളിൽ കളിച്ച് ഇറങ്ങുന്നത് വരെയും നാടക അഭിനയമായിരുന്നു. 16 മുതൽ സിനിമയിലേക്ക് മാത്രം വന്നപ്പോഴാണ് നാടകത്തിന് അഭിനയിക്കാൻ പറ്റാതായത്. അപ്പോൾ ഞാൻ ചെയ്ത ജോലിയല്ലേ അത് നമുക്കറിയാലോ, ആ ജോലി നമ്മളെങ്ങനെ ഇഷ്ടപ്പെടുന്നതാണ്. സംവിധാനം എന്ന് പറയുന്നത് അതൊരു മറ്റൊരു തലവുമാണ്, എഴുത്തെന്ന് പറയുന്നത് മറ്റൊരു. ഇത് രണ്ടും ഞാൻ വളരെ ഇഷ്ടപ്പെടുന്നുണ്ട്. എഴുത്തും സംവിധാനവും വളരെയേറെ ഇഷ്ടപ്പെടുന്നുണ്ട്. ആസ്വദിക്കുന്നത് ഒരു കഥാപാത്രം ചെയ്യുന്നതാണ്. അത് നമ്മൾ എഴുതി വെക്കുമ്പോൾ എഴുതുന്ന സമയത്ത് ചിലപ്പോൾ രാത്രിയിലേക്ക് ശബ്ദത്തിലേക്ക് നമ്മൾ ഇരിക്കാം, പല രീതിയിലായിരിക്കാം. ഞാനിരിക്കുന്നത് മിക്കവാറും രാത്രികളിലാണ് എഴുതാനിരിക്കുന്നത്. ആ സമയത്ത് നമ്മൾ ചിലപ്പോൾ ആ കഥാപാത്രമായിട്ട് മാറിയിട്ട് ചിലപ്പോൾ കരയും കുടിച്ചിരിക്കും, അങ്ങനെയൊക്കെ ചെയ്യും അല്ലെ. പക്ഷെ അത് നമ്മൾ ഒരു കഥാപാത്രം അവതരിപ്പിക്കുമ്പോൾ
അപ്പൊ അത് നമ്മൾ അവതരിപ്പിക്കുമ്പോൾ ഒരു സുഖമുണ്ട്. ആ കഥാപാത്രത്തിന്റെ ഉൾപ്പെടുത്തി നമ്മൾ അണിയുമ്പോൾ അത് ഊരി വെക്കുന്നത് വരെയും അത് ഊരി വെച്ചാൽ ഊരിക്കണം, പിന്നെ അത് ഇട്ടുകൊണ്ട് നടക്കാൻ പാടില്ല. മനസ്സിലായി? അത് ഊരി വെച്ചാൽ തീർന്നു, ഊരി വെച്ചോണം. അതാണ് പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. ആർട്ടിസ്റ്റ് ആയാൽ അത് അങ്ങനെ ആയിരിക്കണം. അപ്പൊ അത് ഊരി വെക്കുന്നത് വരെയുമുള്ള ഒരു പെയിൻ അത് ആസ്വദിക്കാൻ കഴിയണം. ആ കഥാപാത്രം ചെയ്യുമ്പോൾ ഒരു പെയിൻ ഉണ്ടല്ലോ, അത് ആസ്വദിക്കാൻ കഴിയണം. അത് അങ്ങനെ നോക്കുമ്പോൾ അഭിനയം തന്നെയാണ് ഏറ്റവും ആസ്വദിക്കാൻ കഴിയുന്ന തരത്തിൽ ഇഷ്ടം. ഇതിൽ അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും പാട്ടുകളൊന്നും നമ്മൾ ഇത് നോക്കിയിട്ട് കണ്ടില്ലായിരുന്നു. അപ്പൊ എന്തെങ്കിലും പാട്ടുകൾ വന്നിട്ടുണ്ടോ ഇതിനകത്ത്? മനോഹരമായ പാട്ട്. ഒന്ന് വൈകി വിജയലക്ഷ്മി, നമ്മുടെ നജീബ് അർഷാദ്, മധു മോചന, അങ്ങനെ എത്ര പാട്ട്? 6 പാട്ടുണ്ട്. 6 പാട്ട്. അതായത് അദ്ദേഹത്തിന്റെ സ്വന്തം ചാനലിലൂടെ തന്നെയാണ് പാട്ട് ഇറക്കിയിരിക്കുന്നത്. കാരണം പാട്ട് വേറെ ഇഷ്ടമൊന്നും കാര്യമില്ല. കാരണം ഇപ്പം അവരുണ്ടല്ലോ പാട്ടൊക്കെ ഇഷ്ടപ്പെട്ടുണ്ടാക്കുന്നതൊന്നുമില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ തന്നെ ചാനലിലൂടെ ഗംഭീരമായിട്ട് ഇറക്കി. അതുകൊണ്ട് തന്നെ എല്ലാവരും കയറി ആ പാട്ട് കാണും.